ഓക്കെ, അപ്പോൾ നമ്മൾ ആംപിയേഴ്സ് ലോയുടെ ആപ്ലിക്കേഷൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പ്രധാനമായിട്ട് ഒന്ന് ഇൻഫിനൈറ്റ് പ്ലെയിൻ ഉണ്ടായിരുന്നു, ഇൻഫൈനൈറ്റ് ലൈൻ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ എന്താണോ ഇതേപോലെ സിമിലർലി ആണ് നമ്മളിവിടെ പഠിച്ചത്, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചതുപോലെ അതേ സിമിലർ ലോ ആണ് ആംപിയേഴ്സ് ലോ ഇവിടെ വരുമ്പോൾ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത് ഇൻഫൈനൈറ്റ് ലൈൻ, ദെൻ അടുത്തത് ഇൻഫൈനൈറ്റ് പ്ലെയിൻ നമ്മൾ ചെയ്തിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് സോളിനോയിഡ് ആണ്. സോളിനോയിഡ് ദെൻ ടൊറോയിഡ്. അപ്പം ഞാൻ സോളിനോയിഡ് നമ്മൾ നേരത്തെ ബയോട്ട് സവാർട്സ് ലോയിൽ ചെയ്യേണ്ട ഒന്നായിരുന്നു. നമ്മൾ അവിടെ ചെയ്യാഞ്ഞത് കൊണ്ട് അതൊന്ന് ബയോട്ട് സവാർട്സ് ലോയുടെ മെത്തേഡിൽ തന്നെ ഇവിടെ ഒന്ന് ചെയ്യാം. ഓക്കെ, സോ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ട് എവിടെയോ മിസ്റ്റേക്ക് പറ്റിയിട്ട് നമ്മൾ ഒന്നുകൂടെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് P on the axis of a tightly wound solenoid, that is a helical coil. ഇവിടെ ടൈറ്റ്ലി വൗണ്ട് എന്ന് പറയുന്നത് നോട്ട് ചെയ്തോളുക. കൺസിസ്റ്റിംഗ് ഓഫ് n ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് wrapped around a cylindrical tube of radius a carrying a current I. Express your answer in terms of theta1 and theta2. It's the easiest way. Okay, consider the turns to be essentially circular and use the result. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട് ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഇതിൻ്റെ ആൻസറിലേക്കും പോവുക. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്ക് ഇത് വളരെ ടൈറ്റ്ലി വൗണ്ട് എന്ന് എടുത്താലുള്ള അഡ്വാൻറ്റേജ് എന്ന് നമുക്കറിയാം. ആക്ച്വലി ഒരു സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ അത് ഓരോന്നും സർക്കുലാർ അല്ല. ആക്ച്വലി ഇതിങ്ങനെയാണ് വരിക. നമുക്കിതൊരു സ്പൈറൽ ഷേപ്പാണ്. ഇതിൻ്റെ ഒരു എലമെൻറ്റ് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് ഏതാണ്ട് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. ഒരിക്കലും അതൊരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യില്ല. രണ്ടും രണ്ട് പ്ലെയിനിലായിരിക്കും ഉണ്ടാവുക. ഇവിടുന്ന് തുടങ്ങി ഇത് എൻഡ് ചെയ്യുന്നത് മറ്റൊരു പ്ലെയിനിലായിരിക്കും. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ വളരെ ടൈറ്റ്ലി വൗണ്ടാണെന്ന് എടുത്തു കഴിഞ്ഞാൽ, ഈ ഓരോ ലൈനിൻസ് ഇടയ്ക്കുള്ള ഗ്യാപ്പ് വളരെ ടൈറ്റ്ലി വൗണ്ടെന്ന് എടുത്തു കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് നമുക്ക് എന്ത് പറയാം? വി ക്യാൻ സേ ദാറ്റ് ഈച്ച് ഓഫ് ദം ഈസ് എ സർക്കിൾ. അതായത് ഇതിൽ ഓരോന്നും ഒരു ഇൻഡിവിജ്വൽ സർക്കിളായിട്ട് എനിക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അങ്ങനെ സർക്കിളായിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു, ദാറ്റ് ഈസ് ഇഫ് യു ഹാവ് എ സർക്കിൾ ഓഫ് റേഡിയസ് r. ഓക്കെ, ഇത് നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു. ഒരു റേഡിയസ് r ഉള്ളൊരു സർക്കിൾ ഉണ്ടെങ്കിൽ ആ സർക്കിളിൽ നിന്ന് സം ഡിസ്റ്റൻസ് z അബവ് ആയിട്ടുള്ള ഒരു പോയിന്റ് Pയിലെ ഫീൽഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ദാറ്റ് ഫീൽഡ് വാസ് B ഈസ് ഈക്വൽ ടു μ0I/2 ഇൻറ്റു r², ദാറ്റ് ഈസ് ദ റേഡിയസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ r² പ്ലസ് z² ദ ഹോൾ റേസ് ടു 3/2 എന്ന് പറയുന്ന ഒരു റിസൾട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് ഫോർ എ സിംഗിൾ സർക്കിൾ. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഡിവൈഡ് ദിസ് എൻറ്റയർ സോളിനോയിഡ് ഇൻറ്റു എ നമ്പർ ഓഫ് സർക്കിൾസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ ഒരെണ്ണം കാരണമുള്ളത് അല്ലെങ്കിൽ ഒരു ലൈൻ എലമെൻറ്റ് ഇവിടെ എടുത്തിട്ട് അത് കാരണമുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് യൂസിങ് ദാറ്റ് ബൈ ഇൻറ്റഗ്രേഷൻ വി ക്യാൻ ഫൈൻഡ് ഇറ്റ് ഫോർ ദ എൻറ്റയർ ലെങ്ത്. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫോർ ദാറ്റ് നമ്മൾ ചെയ്യുന്നത്, ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സേ ഇമാജിൻ സംതിങ് ലൈക്ക് ദിസ്. അപ്പം ഇത് നമ്മുടെ സോളിനോയിഡ് ആണ്. അതേ സോളിനോയിഡിൽ തന്നെ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ DZ എന്ന് പറയുന്ന ഒരു ചെറിയ എലമെൻറ്റ്, ടോട്ടൽ ലെങ്ത് സേ ആണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനകത്തും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു DL എലമെൻറ്റ് കണ്ടെത്തുന്നു. അപ്പോൾ ആ DL എലമെൻറ്റിൽ എന്തുണ്ട്? ദർ ആർ സം സർക്കുലാർ കോയിൽസ്. ഓക്കെ, അപ്പം DZ എലമെൻറ്റിലുള്ളത് ഒരെണ്ണം ആയിരിക്കില്ല, ഒന്നിലധികം ഉണ്ടാവാം. ഓക്കെ, അപ്പം അതെങ്ങനെ കണ്ടുപിടിക്കാം? വി നോ ദാറ്റ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത്, അതായത് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു സ്മോൾ n ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ DZ ലെങ്ത്തിൽ ദാറ്റ് വിൽ ബി ഇൻ DZ there will be n into DZ ടേൺസ് ഉണ്ടാവും. ഓക്കെ, നൗ വി ഗോട്ട് ഇറ്റ്. ഓക്കെ, n into DZ ടേൺസ് ഉണ്ടാവും. ഇനി അതേലത്തെ ഒരു ടേൺ അസ്യൂം ചെയ്യാം. സേ കൺസിഡർ എ സിംഗിൾ ടേൺ, അല്ലെങ്കിൽ ഒരു DZ എലമെൻറ്റ് തന്നെ എടുത്തോളൂ, കുഴപ്പമില്ല. ഇനി ആ DZ എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അത് കാരണം ഒരു ഫീൽഡ് Pയിൽ ഉണ്ടാവുന്നുണ്ട്. ലെറ്റ് ദാറ്റ് സ്മോൾ ഫീൽഡ് ബി DB. അത് ആ DZ എലമെൻറ്റിലെ സർക്കുലർ ലൂപ്സ് കാരണം ഉണ്ടാവുന്ന ഫീൽഡാണ് DB. ആ DBയുടെ എക്സ്പ്രഷൻ എന്താണ്? നമ്മൾ നേരത്തെ എഴുതിയതാണ്. ദാറ്റ് ഈസ് μ0I/2. അപ്പോൾ ഈ I എന്താണ്? I ഇതിലെ ഓരോ എലമെൻറ്റിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. ഇതിലേക്കൂടെ ഒരു I കറണ്ട് ടോട്ടലി ഫ്ലോ ചെയ്യുന്നുണ്ട്, അത് എല്ലാ എലമെൻറ്റിലൂടെയും പോകുന്നുണ്ടാവുമല്ലോ. സോ μ0I/2 ഇൻറ്റു ഇതിൻ്റെ റേഡിയസ് നമുക്ക് തന്നിരിക്കുന്നത് A എന്നാണ്.
So a square divided by a square plus z square the whole raised to 3/2. ഇതാണ് ഒരു സിംഗിൾ എലമെന്റ് ഉണ്ടാക്കുന്ന കറണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. പക്ഷേ അതിലത്തെ എത്ര എലമെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര സർക്കിൾസ് ഉണ്ട്? അതിലത്തെ n into dz സർക്കിൾസ് ഉണ്ട്. സോ വി ക്യാൻ മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് n into dz. സോ ദിസ് ഈസ് ദ, അപ്പോൾ ഡി ബി എന്താണ്? ഡി ബി ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് P ഡ്യൂ ടു n into dz നമ്പർ ഓഫ് എലമെന്റ്സ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? സിംപ്ലി വി ക്യാൻ ഇൻ്റഗ്രേറ്റ്. നമുക്ക് ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ബി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മ്യൂ സീറോയും എന്നും ഐയും 2 ഒക്കെ ഇനി പുറത്തെടുക്കാം, എ സ്ക്വയറും പുറത്തെടുക്കാം, കുഴപ്പമില്ല. ഞാൻ എ സ്ക്വയർ അവിടെ തന്നെ കിട്ടുമെന്നേ ഉള്ളൂ. സോ എ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 ഡി ഇസഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഡി ഇസഡിലാണ് ഇൻ്റഗ്രേഷൻ. അതെന്താണ് റീസൺ? നമുക്കറിയാം, ഇസഡ് എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയും എലമെൻറ്റിനെയാണ് നമ്മൾ ഡി ഇസഡ് എന്ന് വിളിച്ചത്. അതായത് ആക്ച്വലി ഈ ഡിസ്റ്റൻസ് ആണ് ഇസഡ് ആക്സിസ്. അതായത് പിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. സോ ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഇസഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ഇസഡ് ആക്സിസ്, ഈ ആക്സിസിനെ നമ്മൾ ഇസഡ് ആക്സിസ് ആണെന്ന് അസ്യൂം ചെയ്താലും മതി. അപ്പോൾ ഇത് ഇസഡ് ആക്സിസ് ആണെങ്കിൽ പിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിനെ എനിക്ക് ഇസഡ് എന്നുള്ള വേരിയബിൾ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡി ഇസഡ് എന്ന് പറയുന്ന ലൈൻ എലമെൻറ്റ് വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഇസഡ് ഫ്രം പി. ഓക്കെ, അപ്പോൾ ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ ഒരു എലമെൻറ്റ്, ഇവിടുത്തെ ഒരു എലമെൻറ്റ്, ഇവിടുത്തെ ഒരു എലമെൻറ്റ്, അങ്ങനെ എലമെൻറ്റ്സ് എല്ലാം എടുത്ത് ടോട്ടലി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് വൈ ദ ഇൻ്റഗ്രൽ ഈസ് ഇൻ ഡി ഇസഡ്. ഓക്കെ, പക്ഷേ ഡി ഇസഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? വി ആർ ഗോയിങ് ടു ഇൻ്റഗ്രേറ്റ് ഓർ വി ആർ ഗോയിങ് ടു ചേഞ്ച് ഇറ്റ്സ് വേരിയബിൾ ഇൻ ടേംസ് ഓഫ് തീറ്റയിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആൾറെഡി 2 θ1 ആൻഡ് θ2 തന്നിട്ടുണ്ട്. എന്താണത്? ദാറ്റ് ഈസ് ആക്ച്വലി നമ്മളെ സോളിനോയിഡിന് ഒരു ഫൈനൈറ്റ് ലെങ്ത് ഉണ്ട്. ദാറ്റ് ഫൈനൈറ്റ് ലെങ്ത് ഈസ് ദിസ് എൽ ആണ്. എൽ ഫൈനൈറ്റ് ലെങ്ത് ഉള്ളതിനകത്ത് അതിൻ്റെ 2 എഡ്ജസ്, ഈ എഡ്ജുമായിട്ട് ആക്സിസ് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് θ1, അതിൻ്റെ ഫാർദർ എഡ്ജുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് θ2. സോ θ1ഉം θ2ഉം നമുക്ക് തന്നിട്ടുണ്ട്. അതായത് തീറ്റയുടെ ലിമിറ്റ്സ് എന്ന് പറയുന്നത് θ1 ആൻഡ് θ2 ആണ്. ഓക്കെ, മാക്സിമം ഇതാണ്, അതിൻ്റെ മിനിമം θ1 ആണ്. സോ നമുക്കങ്ങനെ അറിയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സോ അപ്പോൾ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഒരു, അതായത് എക്സ്ട്രീംസ് θ1ഉം θ2 ആണെങ്കിൽ നമ്മൾ അതിനിടയ്ക്കുള്ള ഒരു ഡി ഇസഡ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഡി ഇസഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് ഇസഡ് ആണ്, ഇത് അതിൻ്റെ റേഡിയസ് ആണ്. സോ അത് യൂസ് ചെയ്തിട്ട് എനിക്ക് എന്തുണ്ടാക്കാൻ പറ്റും? ഐ ക്യാൻ മേക്ക് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഒരു തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദിസ് തീറ്റ. നമുക്ക് ഇതിനെ ഒരു ജനറൽ തീറ്റ എന്ന് വിളിക്കാം. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇസഡ് മൂവ് ചെയ്ത് ഇങ്ങനെ എഡ്ജിലേക്ക് വരുമ്പോൾ ഈ എഡ്ജിൽ എത്തിക്കഴിഞ്ഞാൽ ഈ തീറ്റ എന്താവും? ദിസ് ബിക്കം θ2. ഓക്കെ, ആൻഡ് ഈ എഡ്ജിലെത്തുമ്പോൾ അതെന്താവും? θ1. അതായത് ഇസഡ് ഇവിടെ സേ ഈ പോയിന്റിനെ നമുക്ക് ഇസഡ് ഈസ് ഈക്വൽ ടു 0 എന്ന് ഇതിനെ നെഗറ്റീവായിട്ട് അസ്യൂം ചെയ്താൽ ഇതിനെ നമുക്ക് L എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇസഡ് ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ നമ്മുടെ തീറ്റ എന്താവും? തീറ്റ ബിക്കംസ് θ1 ആൻഡ് ഇസഡ് ഈസ് ഈക്വൽ ടു L ആകുമ്പോൾ എന്താവും? θ2, തീറ്റ ഈസ് ഈക്വൽ ടു θ2. സോ നമ്മുടെ ഇൻ്റഗ്രേഷൻ തീറ്റയിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ ലിമിറ്റ്സ് എന്ന് പറയുന്നത് θ1 to θ2 ആയിരിക്കും. അപ്പോൾ അതിനെ അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ കൺസിഡർ ദിസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വിത്ത് എ ആൻഡ് ഇസഡ് ആസ് സൈഡ്സ്. ഓക്കെ, അപ്പോൾ സിംപിളി എ ആൻഡ് ഇസഡിലേക്ക് മാറ്റണം. സോ നമുക്ക് ഹൈപ്പോട്ടന്യൂസിൻ്റെ ആവശ്യമില്ല, നമുക്ക് അതുകൊണ്ട് ടാനിൽ എഴുതാൻ പറ്റും. സോ വി നോ ദാറ്റ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു, സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എ ബൈ ഇസഡ് എന്ന് കിട്ടും അല്ലേ? എ ബൈ ഇസഡ്. നൗ ഇസഡ് ഈസ് ഈക്വൽ ടു എ ബൈ ടാൻ തീറ്റ ഓർ എ കോട്ട് തീറ്റ എന്ന് വന്നു. ഇനി സിമ്പിളാണ്. നമുക്ക് ഇസഡിൻ്റെ എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് ഇൻപുട്ട് ചെയ്യുക, ഇസഡിന് പകരം ഇൻപുട്ട് ചെയ്യുക, ഡി ഇസഡിന് പകരം. അപ്പോൾ എന്ത് വരും? ഡി ഇസഡ് ഈസ് ഈക്വൽ ടു മൈനസ് എ കൊസീക് സ്ക്വയർ തീറ്റ ഡി തീറ്റ. സോ സബ്സ്റ്റിറ്റ്യൂഷനായി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ ഇൻ്റഗ്രേറ്റ് ഇൻ തീറ്റ. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ബി ഈസ് ഈക്വൽ ടു μ0 ni/2 ഇൻറ്റു ഇസഡിനാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടത്. സോ ഇൻ്റഗ്രൽ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. അപ്പോൾ ഇതെന്താവും? എ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയറിന് പകരം എ സ്ക്വയർ കോട്ട് സ്ക്വയർ തീറ്റ. അപ്പം രണ്ടിനകത്തുനിന്ന് ഒരു എ സ്ക്വയർ കോമൺ വരും. ദാറ്റ് എ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 ഉണ്ട്. സോ അത് എ ക്യൂബ് ആയിട്ട് പുറത്ത് വരും. സോ ഹിയർ കംസ് ആൻ എ ക്യൂബ്. അപ്പോൾ എ സ്ക്വയർ കോമൺ എടുത്തുകൊണ്ട് പിന്നെ 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ദ ഹോൾ റേസ് ടു 3/2 ഡി ഇസഡിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? മൈനസ് എ ഇൻറ്റു
minus a into cosec square theta d theta എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഹിയർ എ സ്ക്വയർ ഈ എ ക്യൂബ് ഇതെല്ലാവരും കൂടെ ക്യാൻസൽ ആയിപ്പോകും. ദെൻ ദ റിമൈനിങ് ഈസ് mu 0 ni/2 into integral 1 plus cot square theta ഉണ്ട്, that is cosec square theta. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്തു നിന്ന് ഇത് cosec square theta പുറത്തെടുക്കാം. അപ്പോൾ എന്ത് വരും, അല്ലെങ്കിൽ cosec square theta the whole raised to 3/2 എന്ന് വരും. 2 ഉം 2 ഉം പോയി cosec cube theta പുറത്ത് വരും. അപ്പോൾ എന്തായി, മേളിലൊരു cosec square theta d theta with a minus sign പുറത്തുണ്ട്. ദെൻ ന്യൂമറേറ്ററിലുണ്ട്, ഡിനോമിനേറ്ററിൽ cosec cube theta. So they will cancel. ഒരു cosec theta താഴെ വരും. For minus mu 0 ni/2 into integral 1 by cosec theta is sin theta into d theta. So the integral is simply അതെന്തിലേക്ക് മാറ്റി, sin theta d theta മാറി. ഓൾറെഡി നമ്മൾ പറഞ്ഞു ലിമിറ്റ്സ് എവിടെ നിന്നാണ്, θ1 to θ2 ആണ്. So sin theta the integral is minus cos theta. So mu 0 ni divided by, അപ്പോൾ ആ മൈനസും ഇതിൻ്റെ ഇൻ്റഗ്രൽ വരുമ്പോഴുള്ള മൈനസും കൂടെ പോവും. സോ cos θ2 minus cos θ1. So this is the expression for the magnetic field at the point P due to a solenoid with its angles. ആക്സിസുമായിട്ട് അതിൻ്റെ എക്സ്ട്രീംസ് മേക്ക് ചെയ്യുന്ന ആംഗിളിൻ്റെ ടൈംസിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. നൗ അതിൻ്റെ അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഓക്കെ, സിമ്പിളാണ് ആക്ച്വലി. ഫസ്റ്റ് നമ്മൾ സർക്കുലർ ആണെന്ന് സർക്കിൾസ് ആക്കി മാറ്റുന്നു, അതിനകത്തൊരു എലമെൻ്റൽ ലെങ്ത് എടുത്തിട്ട് അവിടുത്തെ സർക്കിൾസ് കാരണമുള്ള ഫീൽഡ് കണ്ടുപിടിക്കുന്നു, ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെ ആംഗിൾസിലേക്ക് മാറ്റേണ്ടി വരുന്നത്. നൗ അടുത്തത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ്റെ ബാക്കി പാർട്ടായിട്ട് ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദ ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് ആൻ ഇൻഫൈനൈറ്റ് സോളിനോയിഡ്. ഓക്കെ, ഇൻഫൈനൈറ്റ് ഇൻ ബോത്ത് ഡയറക്ഷൻ. സോ അവിടെ പറഞ്ഞിരിക്കുന്നത്, അതായത് നമുക്ക് എന്തുണ്ട്, ഇത് ബി നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊരു ഫൈനൈറ്റ് സോളിനോയിഡ് ആണ്, അതുകൊണ്ടാണ് θ1 θ2 എന്ന് പറയുന്ന ഒരു വാല്യൂനിടയ്ക്ക്. സോ ഇനി നമ്മൾ എന്തെടുക്കുകയാണ്, ലെറ്റ് ദ സോളിനോയിഡ് ബി, സോളിനോയിഡ് എന്താണ്, ഇൻഫൈനൈറ്റ് ആണ്. ഓക്കെ, ഇൻഫൈനൈറ്റ് ആണെങ്കിൽ ഇതിനകത്ത് എന്ത് മോഡിഫിക്കേഷൻ വരും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. സോ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. വെൻ വി ലുക്ക് അറ്റ് ഇറ്റ്, ഇതിൻ്റെ ലെങ്ത് കൂടുന്നതനുസരിച്ച്, ഓക്കെ, അതായത് ഈ നമ്മുടെ ഈ പ്രസൻറ്റ് ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡയറക്ഷനിലേക്ക് ഇങ്ങനെ നീണ്ടു പോകുന്നതനുസരിച്ച് ഈ θ2 എന്ത് സംഭവിക്കും, θ2 ഇങ്ങോട്ട് വരും. ദാറ്റ് മീൻസ് θ2 വൺ സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ. അതായത് സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ ദൂരേക്ക് പോകുന്നതനുസരിച്ച് θ2 എന്താവും, വിൽ ടെൻസ് ടു 0. ഓക്കെ, θ2 ചെറുതായിക്കൊണ്ടിരിക്കും. അറ്റ് ദ സെയിം ടൈം θ1 എന്താവും, കോയിൽ വലുതായി പി എ കവർ ചെയ്യുന്ന രീതി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അറ്റ് ദിസ് പോയിന്റ് ദ ഫീൽഡ് ഈസ് the angle is 90 degree. അവിടെ കൊണ്ട് തീർന്നില്ല, രണ്ട് സൈഡിലേക്ക് ഇൻഫൈനൈറ്റ് ആണ്, അതുകൊണ്ട് അത് ഇങ്ങോട്ട് പോകാൻ തുടങ്ങും. സോ ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് ഇവിടേക്ക് അത് വലുതായി വന്നു കഴിഞ്ഞാൽ ഫൈനലി, ഓക്കെ, ഇവിടേക്ക് ഇത് വലുതായി വരുമ്പം ഈ ആംഗിൾ വീണ്ടും വലുതാവും. സോ വലുതായി ദാറ്റ് ബിക്കംസ് 180 ഡിഗ്രി. സോ θ1ൻ്റെ വാല്യൂ 180 ഡിഗ്രി ഓർ പൈ. ഓക്കെ, പൈ ആയിട്ട് മാറും. സോ ദിസ് ഈസ് ദ കേസ് ഓഫ് എക്സ്ട്രീംസ്. ഓക്കെ, അതായത് കോയിൽ ഇൻഫൈനൈറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദറ്റ് ഈസ് ദ കോയിൽ ടെൻഡിങ് ടു 0 മീൻസ്, ഓക്കെ, അതായത് ഇൻഫൈനൈറ്റ് ആവുകയാണെന്ന് പറഞ്ഞാൽ θ1 ടെൻസ് ടു പൈ ആൻഡ് θ2 ടെൻസ് ടു 0. അപ്പോൾ ഈ കണ്ടീഷൻസ് നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ബി ഈസ് ഈക്വൽ ടു mu 0 ni/2 into cos 0, that is 1 minus cos pi minus 1, so plus 1. So 2 and 2 get cancelled. So you will get the result mu 0 ni. So this is the field due to an infinitely long solenoid. Okay. അപ്പം നമ്മൾ ഫൈനൈറ്റ് സോളിനോയിഡ് നമ്മൾ ചെയ്തത് എവിടെയാണ്, ബയോട്ട് സവാർട്സ് ലോ ഉപയോഗിച്ചാണ്. പക്ഷേ ആ ഫൈനൈറ്റ് സോളിനോയിഡിൻ്റെ പ്രോബ്ലം നമുക്കൊരിക്കലും ആംപിയേഴ്സ് ലോ വെച്ച് ചെയ്യാൻ പറ്റില്ല. സെയിം പ്രോബ്ലം നമ്മൾ നേരത്തെയും ഒരിടത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗോസസ് ലോ അപ്ലൈ ചെയ്യണം. അപ്പം ഗോസസ് ലോയിലും ആംപിയേഴ്സ് ലോയിലൊക്കെ ഉള്ള പ്രത്യേകത, നമുക്ക് ആ ഫീൽഡിൻ്റെ സിമെട്രി എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അത് ചെയ്യുക. അപ്പോൾ നമ്മളെപ്പോഴും ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടറിൻ്റെ ഇലക്ട്രിക് ഫീൽഡേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഓക്കെ, അത് ഏതുപയോഗിച്ചിട്ട്, നമ്മുടെ ഗോസസ് ലോ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഗോസസ് ലോയുടെയും ആംപിയേഴ്സ് ലോയുടെയൊക്കെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ,
It is theoretically true for everything, but it is not practically applicable to every case. So അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സോ അതേ പ്രശ്നം തന്നെയാണ് ഇവിടെ ഫൈനൈറ്റിൻ്റെ കേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഫൈനൈറ്റ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ചെയ്ത അതേ രീതിയിൽ തന്നെ നമുക്ക് ബയോട്ട് സവാർട്സ് ലോ തന്നെ ഉള്ളൂ. പക്ഷേ അവിടെ സിമെട്രി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഫൈനൈറ്റ്ലി എന്നുള്ള കേസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ അപ്ലൈ ദിസ് തിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേ പ്രോബ്ലം ഇനി എന്ത് ചെയ്യാണ്? വി ആർ ഡൂയിങ് ഫോർ ആൻ ഇൻഫൈനൈറ്റ് സോളിനോയിഡ്. അപ്പോൾ ഇൻഫൈനൈറ്റിൻ്റെ റിസൾട്ട് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം സോ വി ക്യാൻ കമ്പയർ വിത്ത് ദ റിസൾട്ട് ഇൻ ആംപിയേഴ്സിലും. അപ്പം അത് രണ്ടും കൂടെ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ ആംപിയേഴ്സ് ലോ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. കുറച്ച് ഡീറ്റെയിലിംഗ് ഉണ്ട് ആക്ച്വലി. നമ്മളൊരു പക്ഷേ ഇതിൻ്റെ ഡെറിവേഷൻസ് നോക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ ഒരു ബുക്സ് ചിലപ്പം നമ്മൾ എക്സാമിനൊക്കെ എഴുതുമ്പം കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സോളിനോയിഡ് ഇവിടെ ഉണ്ട്, ഒന്നും നോക്കുന്നില്ല, ഇങ്ങനെ ഒരെണ്ണം വരയ്ക്കുന്നു. വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതും? ഓക്കെ, ബി ഈസ് ഈക്വൽ ടു ഇതിനകത്ത് ഇത് ലെങ്ത്ത്, അപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ. സോ ബി ഇൻറ്റു എൽ, ഔട്ട് സൈഡ് ഫീൽഡ് 0 എന്ന് പറഞ്ഞിട്ട് ഈസ് ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു എത്ര എണ്ണം പോകുന്നുണ്ട്? എൻ ഐ. ഓക്കെ, ഇൻറ്റു എൽ എന്ന് വരും. ഓക്കെ, മ്യൂ 0 എൻ ഐ. സോ ആൻസറായി. ഇങ്ങനെ പലയിടത്തും ചെയ്യാറുണ്ട്. ടൊറോയിഡിൻ്റെ കേസിലും വെറുതെ ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പിലൊന്നും ഇത് ചെയ്ത് വെക്കരുത്. നിങ്ങൾ NCERT നോക്കിയാൽ മനസ്സിലാവും അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത്, പ്ലസ് ടുവിനുള്ളത്. ടൊറോയിഡിൻ്റെ കേസിലായാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ടൊറോയിഡും ഞാൻ ഒരു കൈൻഡ് ഓഫ് ഡെറിവേഷൻ ചില നോട്ട്സിലൊക്കെ കണ്ടിട്ടുള്ളത്, മേ ബി ചില നോട്ട്സിലാണ് കണ്ടിട്ടുള്ളത്. ടൊറോയിഡ് ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം ഇവിടെ ഒരു സർക്കിൾ എടുക്കും, പിന്നെ ഇവിടെ ഒരു സർക്കിൾ എടുക്കും, ദെൻ അകത്തൊരു സർക്കിൾ എടുക്കും, തീർന്നു. അപ്പം ഔട്ട് സൈഡ് ഇൻസൈഡും ഒക്കെ പറഞ്ഞു. എന്നിട്ട് ഇതിനകത്തൂടെ പോകുന്നതിനകത്തൂടെ ഫീൽഡ് കറണ്ട് പോകുന്നുണ്ട്, ആ കറണ്ടിന് കണക്ക് മാത്രം എടുക്കും. പക്ഷേ അങ്ങനെ സിമ്പിളായിട്ട്, അത്ര സിമ്പിളായിട്ട് അപ്ലൈ ആവുന്ന ഒരു സാധനം അല്ല ആംപിയേഴ്സ് ലോ. ആംപിയേഴ്സ് ലോ സിമ്പിളാണ്, പക്ഷേ ആ സിംപ്ലിസിറ്റി വരുന്നത് ആ ഫീൽഡിൻ്റെ ഡയറക്ഷനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉള്ളപ്പോൾ മാത്രമാണ്. അപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ നേരത്തെ പ്ലെയിൻ ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, നമ്മൾ പ്ലെയിൻ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഫീൽഡ് ഏത് ഡയറക്ഷനിലാണ്, എക്സ് ഡയറക്ഷൻ ആയിരിക്കുമോ, വൈ ഡയറക്ഷനിലായിരിക്കുമോ, ഇസഡ് ഡയറക്ഷനിലായിരിക്കുമോ എന്ന് നമ്മൾ ആദ്യമേ ഒരു തീരുമാനത്തിലെത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആംപിയേഴ്സ് ലോ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ സോളിനോയിഡിൻ്റെ കേസിലും നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ആദ്യം ആ സോളിനോയിഡിനെ എടുത്തതിന് ശേഷം ഈ സോളിനോയിഡ് കാരണം നമുക്ക് പല ഡയറക്ഷൻ, ഒന്നുകിൽ ഇവിടുന്ന് റേഡിയൽ ഡയറക്ഷനിലുണ്ടാവാം, അല്ലെങ്കിൽ ഇതിന് സർക്കംഫറൻഷ്യലായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇതിൻ്റെ ആക്സിയലായിട്ടുണ്ടാവാം. ഇതിലേതെങ്കിലും 3 രീതിയിലായിരിക്കും നമുക്ക് എന്തുണ്ടാവുക? ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഇതിലേതായിരിക്കും എന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അസ്യൂം ചെയ്യണം. ഓക്കെ, ഏതായിരിക്കും എന്ന് നമ്മൾ അസ്യൂം ചെയ്യല്ല, ഓരോന്നും അസ്യൂം ചെയ്ത് ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്ന് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫീൽഡ് അതെന്താ റീസൺ എന്ന് വെച്ചാൽ, ഫീൽഡിൻ്റെ ഡയറക്ഷൻ അറിയുന്നത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവുമെന്ന് ചോദിച്ചാൽ, വി ഹാവ് ടു കാൽക്കുലേറ്റ് ബി ഡോട്ട് ഡി എൽ. സോ ഹിയർ വി ഹാവ് എ ബി ഡോട്ട് ഡി എൽ. ബി ഡോട്ട് ഡി എൽ എന്ന് വെച്ചാൽ അതൊരു വെക്ടർ പ്രോഡക്റ്റ് അല്ല, ഒരു ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ദാറ്റ് മീൻസ് ബി ആൻഡ് ഡി എൽ ആർ വെക്ടേഴ്സ്. അപ്പം ബിയുടെ ഡയറക്ഷനും നിങ്ങളെടുക്കുന്ന ഡി എല്ലിൻ്റെ ഡയറക്ഷനും അറിഞ്ഞേ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് അത് മിക്കവാറും നമ്മൾ എടുക്കുന്ന ലൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബി ഡി എൽ ആക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ എടുക്കുക. പക്ഷേ ഇത് ബി ഡി എൽ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കുന്ന ഫീൽഡിൻ്റെ ഡയറക്ഷനെക്കുറിച്ചും അതിനനുസരിച്ച് ബി ഡോട്ട് ഡി എൽ 0 വരുന്ന രീതിയിൽ ഒരു ലൂപ്പ് എടുക്കാനും നമുക്ക് കഴിയണം. സോ ബിഫോർ കാൽക്കുലേറ്റിംഗ് ദ ആക്ച്വൽ എക്സ്പ്രഷൻ ഫോർ ദ ഫീൽഡ് we must have a knowledge about the direction. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ വെറുതെ ഒരു സോളിനോയിഡിൻ്റെ ഫീൽഡ് കണ്ടുപിടിക്കാനല്ല ചോദിച്ചിരിക്കുന്നത്, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. സോ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ വെരി ലോങ് സോളിനോയിഡ്. ഓക്കെ, ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ഇൻഫൈനൈറ്റ്ലി ലാർജ്. അതാണ് വെരി ലോങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കൺസിസ്റ്റിംഗ് ഓഫ് n ക്ലോസ്ലി wound turns per unit length on a cylinder of radius capital R and carrying a steady current I. Okay. So the point of making the winding so close is that one can then pretend each turn is circular. അത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഇത്രയും ക്ലോസ് ആയിട്ട് എടുത്താലുള്ള അഡ്വാൻറ്റേജ് നമുക്ക് ഈച്ച് ടേൺ സർക്കുലർ ആണെന്ന് എടുക്കാം. ഇഫ് ദിസ് ട്രബിൾസ് യു, ഓക്കെ അതോട്ടിരിക്കട്ടെ, പിക്ചർ ഓക്കെ. ഇനി അടുത്തത്, ആഫ്റ്റർ ഓൾ ദർ ഈസ് എ നെറ്റ് കറണ്ട് I in the direction of solenoid's axis no matter how tight the winding. ഓക്കെ,
Picture instead of a sheet of aluminum foil wrapped around the cylinder carrying the equivalent current K is equal to Ni or make a double winding. Okay. നിങ്ങളത് പിന്നീട് വായിച്ചാൽ മതി. ഞാനത് അല്ലാതെ പറഞ്ഞുതരാം. ജസ്റ്റ് മീനിങ് പറയുന്ന പോലെ ആയിപ്പോൾ ഞാനത് വായിച്ച് പറഞ്ഞോട്ടിരുന്നു. അപ്പോൾ നമുക്ക് എന്തുണ്ട്? വി ഹാവ് എ സോളിനോയിഡ്. ഫസ്റ്റ് ഫിഗർ ഇത് നോക്കുക. നമുക്കൊരു സോളിനോയിഡ് ഉണ്ട്. അപ്പോൾ ഈ സോളിനോയിഡിലൂടെ ഒരു കറണ്ട് പോകുന്നുണ്ട്. അപ്പം ബേസിക്കലി നമുക്കറിയാം ഒരു സോളിനോയിഡ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് പെർഫെക്റ്റ് സർക്കിൾസ്. ഓരോന്നും ഓരോ പെർഫെക്റ്റ് സർക്കിൾ അല്ല. പെർഫെക്റ്റ് സർക്കിൾ ആയിരുന്നെങ്കിൽ ഈ ഓരോ ലൈനും എങ്ങനെ വന്നേനെ? ഇതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ സൈഡിൽ നിന്ന് നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾ കാണുന്നത് എല്ലാം ഓരോ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കേണ്ടതായിരുന്നു. പക്ഷേ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു സ്പ്രിങ് ലൈക്ക് സാധനമാണല്ലോ. സ്പ്രിങ് ഷേപ്പാണ്. അപ്പം ആ സ്പ്രിങ് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ താഴേക്ക് വൗണ്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഇതെല്ലാം ഇങ്ങനെ ചരിഞ്ഞിട്ടായിരിക്കും അല്ലേ? ഇങ്ങനെ ആയിരിക്കും പോവുക. ആക്ച്വലി എന്ന് വെച്ചാൽ അതിനർത്ഥം ഈ സോളിനോയിഡിനകത്തൂടെ പോകുന്ന ഒരു കറണ്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് സിംഗിൾ കറണ്ട് ലൈൻ അല്ലെങ്കിൽ ആ സിംഗിൾ ലൈൻ ഹാസ് ബോത്ത് ഡയറക്ഷൻ. ഒന്ന് ഇങ്ങോട്ടും ഒരു കമ്പോണൻറ്റ്, ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹാവ് എ കമ്പോണൻറ്റ് ടുവേർഡ്സ് ഹിയർ ആൻഡ് ടുവേർഡ്സ് ഹിയർ. ഓക്കെ, ഒരു ആക്സിയൽ ഡയറക്ഷനിലുണ്ടാവും, ദെൻ ആസ് വെൽ ആസ് ഓൺ എ ടാൻജൻഷ്യൽ ഡയറക്ഷൻ. ഇതിനെ ഈ ഡയറക്ഷനെ ടാൻജൻഷ്യൽ എന്ന് വിളിക്കാനുള്ള കാരണം ഇത് ആക്ച്വലി നമ്മുടെ സിലിണ്ടറിൻ്റെ മേളിൽ ഇങ്ങനെ ചുറ്റി വരികയാണല്ലോ. ഓക്കെ, ഇങ്ങനെ ചുറ്റി വരികയാണല്ലോ. അപ്പോൾ ചുറ്റി വരുമ്പോൾ ഇത് ടാൻജൻഷ്യൽ ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് കറണ്ടിന് എന്തൊക്കെയുണ്ട്? ഒരു ടാൻജൻഷ്യൽ ഡയറക്ഷനും ഒരു പെർപെൻഡിക്കുലറും ഉണ്ട് എന്നുള്ളതാണ് ഇൻ റിയാലിറ്റി. ഓക്കെ, പക്ഷേ നമ്മൾ എന്ത് അസ്യൂം ചെയ്യുന്നു? നമ്മൾ ഫോർ ദ സിംപ്ലിസിറ്റി നമ്മൾ എന്ത് അസ്യൂം ചെയ്യുകയാണ്? ദറ്റ് വൗണ്ട്സ് ആർ ക്ലോസ്ലി വൗണ്ടഡ്. ഓക്കെ, അപ്പോൾ വളരെ അടുത്താണ്. അപ്പോൾ വളരെ അടുത്താണെങ്കിലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈൻസ് ഓൾമോസ്റ്റ് ഇങ്ങനാവും അല്ലേ? ഓൾമോസ്റ്റ് ഇങ്ങനാവും. പക്ഷെ അപ്പോഴും എന്തുണ്ടാവും? എന്തായാലും ടേൺ കറങ്ങി താഴെ എത്തുകയാണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് എ നെറ്റ് ആക്സിയൽ കറണ്ട്. ഓക്കെ, പക്ഷേ ആക്സിയൽ കറണ്ട് ഉണ്ടായാൽ നമുക്ക് ഇനി വരുന്ന കുറച്ച് അസംഷൻസ് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം. സോ ഇവിടെ വീണ്ടും എന്തുണ്ടാവും? ആക്സിയൽ കറണ്ട് ഉണ്ടാവും. എന്നിട്ടും നിങ്ങൾ ഓക്കെ ഒന്നുകിൽ ക്ലോസ്ലി വൗണ്ട് ആണ്, അതുകൊണ്ട് ആക്സിയൽ കറണ്ട് 0 എന്ന് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം ഒന്നുകിൽ. എന്നിട്ടും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുന്നില്ലെങ്കിൽ അതാണ് നിങ്ങളുടെ രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നത്. ഓക്കെ, ഓർ മേക്ക് എ ഡബിൾ വൈൻഡിങ് ഗോയിങ് അപ്പ് ടു വൺ എൻഡ് ആൻഡ് ദെൻ ഗോയിങ് ബാക്ക് ഡൗൺ അഗെയിൻ. അതായത് മുകളിലേക്കും താഴേക്കുമുള്ള വൈൻഡിങ്ങുകളായിട്ട് എടുക്കുക. അതായത് നമ്മൾ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, പറഞ്ഞുതരാം. ദാറ്റ് ഈസ് നമുക്ക് ഇത് ഇങ്ങനെ വൗണ്ട് ചെയ്ത് ഇപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ വൗണ്ട് ചെയ്ത് താഴെ എത്തുന്നു. ഓക്കെ, ഇവിടെ എല്ലാം കറണ്ട് ഡയറക്ഷൻ ഇതാണ്. ഇനി താഴെ എത്തിയിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ഇതേ സാധനത്തിനെ തിരിച്ച് വൗണ്ട് ചെയ്യാലോ. ഞാൻ തിരിച്ച് വൗണ്ട് ചെയ്യുന്ന വേറൊരു കളറിൽ വരയ്ക്കുകയാണ്. സോ തിരിച്ചെനിക്ക് എന്ത് ചെയ്യാം? ഐ ക്യാൻ വൗണ്ട് ഇറ്റ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ നേരെ മുകളിലേക്ക്. പക്ഷേ മുകളിലേക്കും താഴേക്കും ഞാൻ വൗണ്ട് ചെയ്യുമ്പോഴും രണ്ടിൻ്റെയും ഡയറക്ഷൻ റൈറ്റ് വേർഡ് തന്നെയാണ്. ഞാൻ അങ്ങനെ വൗണ്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഐ വിൽ ഷോ യു ഇമേജ്. ഓക്കെ, ഈ ഫിഗർ ഒന്ന് നിങ്ങൾ നോക്കുക. ഇവിടെ നിങ്ങൾക്ക് രണ്ട് വൈൻഡിങ് കാണാം. ഈ താഴേക്ക് ചുറ്റി വന്നിരിക്കുന്നത് ഓക്കെ, മേളിൽ നിന്ന് താഴേക്ക് ചുറ്റി വന്നിരിക്കുന്നത് ഈ വൈറ്റിൽ കാണുന്നത് നമ്മുടെ ഡൗൺവേർഡ് വൈൻഡിങ് ആണ്. ഓക്കെ, ആ ഡൗൺവേർഡ് വൈൻഡിങ്ങിൻ്റെ ഓരോ കറണ്ടും ഓരോ റിങ്ങും ഉണ്ടാക്കുന്ന കറണ്ടാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഈ വരച്ചു വെച്ചു ഈ കാണുന്ന ഓരോ ലൈൻസും. ഓക്കെ, ഈ ഓരോ വൈറ്റ് ലൈൻസും അത് കാരണമുള്ള നെറ്റ് കറണ്ടാണ് അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷനാണ്. സോ അതാണ് അതിൻ്റെ അവസ്ഥ. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോർ എ സ്പെസിഫിക് പർപ്പസ്, ആ പർപ്പസ് എന്താണെന്ന് പറയാം. നമ്മൾ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് തിരിച്ചും കൂടെ വൈൻഡ് ചെയ്യും. ഓക്കെ, അതായത് ഇവിടെ വൈൻഡ് ചെയ്ത് വന്നിട്ട് തിരിച്ച് വൈൻഡ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യുന്നു? മേളിലെത്തുന്നു. സോ ദാറ്റ് മീൻസ് ആ റിട്ടേൺ വൈൻഡിങ്സ് ഉണ്ടാക്കുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ റെഡ് ലൈൻസ് ആയിരിക്കും. കാരണം ഒന്ന് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ, താഴേക്കുള്ളത് ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ മേളിലേക്ക് കയറുമ്പോൾ ഇത് ഇങ്ങനെ ആവുമല്ലോ, വൈൻഡിങ്ങിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ആവും. ഓക്കെ, അപ്പം ആ വൈൻഡിങ്ങിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ആകുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അത് കാരണമുള്ള കറണ്ടിൻ്റെ ഡയറക്ഷനും ഓപ്പോസിറ്റായി. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക. സോ ലുക്ക് അറ്റ് ഒരെണ്ണം എടുക്കുക, ഒരു പെയർ. അതായത് ഇത് താഴേക്കുള്ള വൈൻഡിങ്, ഇത് മുകളിലേക്കുള്ള വൈൻഡിങ്. സോ ഈ രണ്ട് വൈൻഡിങ്ങിൽ ഈ ഓരോന്നിനും എന്തുണ്ട്? ദർ ഈസ് എ കമ്പോണൻറ്റ്. അപ്പോൾ ഈ റെഡിൻ്റെ കമ്പോണൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ റെഡിന് എന്തുണ്ട്? ദർ ഈസ്, അത് കാണാൻ പറ്റില്ല. സേ ദിസ് വിൽ ഓക്കെ,
സോ ദിസ് വിൽ ഹാവ് എ കമ്പോണൻറ്റ് ടുവേഴ്സ് ഹിയർ. ഏത് ഈ റെഡിന്, അതേപോലെ ഈ റെഡിന് ഇങ്ങോട്ടും ഒരു കമ്പോണൻ്റ് ഉണ്ട്. അതേപോലെ വൈറ്റ് എടുത്തു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? വൈറ്റിന് വേറൊരു കളറിൽ വരയ്ക്കാം. ഓക്കെ, വൈറ്റിന് എന്തുണ്ട്? റൈറ്റിലേക്ക് ഒരു കമ്പോണൻ്റ് ഉണ്ട്. ദാറ്റ് മീൻസ് ദ ടാൻജൻഷ്യൽ കമ്പോണൻറ്റ്. ദെൻ ദർ ഈസ് എ ഡൗൺവേർഡ് കമ്പോണൻറ്റ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ രണ്ട് ഡൗൺവേർഡ് കമ്പോണൻറ്റും കൂടെ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്തു പോകും. ഓക്കെ, ഇല്ലെങ്കിൽ വേറൊരു രീതി വരയ്ക്കാം. ഇവിടെ നിങ്ങളൊരു പാരലോഗ്രാം വെറുതെ അസ്യൂം ചെയ്താൽ മതി. സോ അസ്യൂമിങ് എ പാരലോഗ്രാം ഹിയർ, ദിസ് വിൽ ബി ദ റിസൾട്ട്. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങൾ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് വൈൻഡിങ് ഒരേ സമയം ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം, നിങ്ങൾ നേരത്തെ പറഞ്ഞ അസംഷൻസിനൊന്നും പോകണ്ട. ഇൻ റിയാലിറ്റി ഇറ്റ് സെൽഫ് അതിനകത്തെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ടാൻജൻഷ്യൽ മാത്രമായിരിക്കും. അപ്പോൾ കറണ്ടിനെ ടാൻജൻഷ്യൽ ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ചെയ്യാവുന്നൊരു സാധനമാണ് ഡു ആൻ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് വയറിങ്. ഓക്കെ, അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വി ഗോട്ട് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പണി ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ആ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന സാധനം. നമ്മൾ ഇങ്ങനെയൊക്കെ അസ്യൂം ചെയ്യുന്നതിന് കാരണമുണ്ട്, എങ്കിൽ മാത്രമേ ആ ഡയറക്ഷൻ നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇത്രയും കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഇമാജിൻ ചെയ്യാം? ഈ കാണുന്ന പോലെ ജസ്റ്റ് സിലിണ്ടറിൻ്റെ സർഫസിലൂടെ റൈറ്റ് വേർഡ് മാത്രം ഒരു കറണ്ട് ഉള്ളതായിട്ട് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. ഒരു പ്ലെയിനിലൊരു കറണ്ട് വിത്ത് കെ ഈസ് ഈക്വൽ ടു എൻ ഐ. ഓക്കെ, ഇത് നമ്പർ ഓഫ് ലൈൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു ഐ എന്ന് പറയുന്ന ഒരു സർഫസ് കറണ്ടായിട്ട് നിങ്ങൾക്ക് നമ്മുടെ എന്തിനെ അസ്യൂം ചെയ്യാം? സോളിനോയിഡിൻ്റെ കറണ്ടിനെ അസ്യൂം ചെയ്യാം. ആ അസംഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയൊക്കെ പണികൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ കണ്ടെത്താൻ നോക്കാം. ഓക്കെ, സോ ഫോർ ദാറ്റ് നമ്മൾ ഓരോ അസംഷൻസ് എടുക്കുകയാണ്. അപ്പം അസംഷൻ എടുക്കുന്നതിന് മുമ്പ് ഇതാണല്ലോ നമ്മുടെ സോളിനോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോളിനോയിഡിൽ 3 ഡയറക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പ് ഉള്ളത് കൊണ്ട് തന്നെ വി ക്യാൻ അസ്യൂം ഇറ്റ് വിത്ത് എ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ റേഡിയൽ ഡയറക്ഷനാണ്. ഈ ഡയറക്ഷൻ അതിനെ നമ്മൾ എസ് എന്ന് വിളിക്കാറുണ്ട്. എസ് ഓർമ്മയുണ്ടാവും, റേഡിയൽ ഡയറക്ഷൻ. അതായത് ആക്സിസിൽ നിന്നുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എസ് എന്ന് വിളിക്കുന്നത്. ഇനി ഒന്നെന്ന് പറയുന്നത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നൊരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. ഓക്കെ, അതായത് നമ്മുടെ എക്സ് ആക്സിസ് വൈ ആക്സിസ് ഇങ്ങോട്ടുണ്ടെങ്കിൽ ഈ ആംഗിൾ, ഈ ഫൈ, ഓക്കെ, ഇതുണ്ടാക്കുന്ന സാധനം. അപ്പോൾ അതുണ്ടാക്കുന്നത് വെച്ച് നോക്കുമ്പം ദാറ്റ് ഈസ് അതായത് ഈ ടാൻജൻഷ്യലി പോകുന്ന ഇവിടെ ഇങ്ങനെ കറങ്ങിപ്പോകുന്ന ആ കറണ്ട് പോകുന്ന ഡയറക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഇറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ഫൈ ക്യാപ്പ്. ഓക്കെ, സോ ദർ ഈസ് എ ഡയറക്ഷൻ എസ് ക്യാപ്പ്, ദർ ഈസ് എ ഡയറക്ഷൻ ഫൈ ക്യാപ്പ് ആൻഡ് ദർ ഈസ് ഓൾസോ എ ഡയറക്ഷൻ ഇസഡ് ക്യാപ്പ്. ഈ 3 ഡയറക്ഷനാണ് മാഗ്നറ്റിക് ഫീൽഡിന് ഉണ്ടാവുക. എയ്തർ ഇറ്റ്സ് കോമ്പിനേഷൻ ഓർ എ സിംഗിൾ വൺ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓരോന്നോരോന്നും ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഏതില്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഒരു റിവേഴ്സ് ടെക്നിക്കാണ്. ഉണ്ട് എന്ന് അസ്യൂം ചെയ്തിട്ട് അവസാനം അതില്ല, അത് റോങ് ആണെന്ന് കാണുമ്പോൾ നമ്മുടെ അസംഷൻ തെറ്റായിരുന്നു എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഉണ്ടാവാൻ പറ്റുന്ന 3 ഡയറക്ഷൻസ്. അപ്പോൾ നമുക്ക് അതിനകത്ത് ആദ്യത്തെ ഡയറക്ഷൻ നോക്കാം. ലെറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലെറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് ബി റേഡിയൽ. ഓക്കെ, നിങ്ങൾ ഈ ഫിഗർ ഒറ്റയടിക്ക് മൊത്തത്തിൽ നോക്കണ്ട, ഓരോരോ പാർട്ടായിട്ട് നോക്കാം. ഓക്കെ, സോ ഇവിടെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കോയിൽ. അപ്പോൾ റേഡിയൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് ആ സിലിണ്ടറിൻ്റെ ഓരോ റേഡിയസ് ഇങ്ങോട്ട് വരും. സോ ഈ കാണുന്നതാണ് റേഡിയൽ ഡയറക്ഷൻ. ആ റേഡിയൽ ഡയറക്ഷൻ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിനെ എന്ത് ചെയ്തിരിക്കുന്നത്? നേരെ മുകളിൽ വരച്ചിരുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് അസംഷൻ എന്താണ്? ദാറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു ബി എസ് ഇൻറ്റു എസ് ക്യാപ്പ് എന്ന് വെച്ചാൽ റേഡിയൽ ഡയറക്ഷൻ ഓൺലി, റേഡിയൽ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ലെറ്റ് ഇറ്റ് ബി റേഡിയൽ. ഓക്കെ, അപ്പോൾ റേഡിയൽ ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട്. അപ്പോൾ ഞാൻ ആ റെഡിൽ വരച്ചിരിക്കുന്നത് ആക്ച്വലി ഇപ്പം ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും. ഇതെല്ലാം എന്താണ്? ദേ ആർ ഓൾ റേഡിയൽ ഡയറക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഈ റേഡിയൽ ഡയറക്ഷൻ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. അതെപ്പോഴും റേഡിയൽ ഔട്ട്വേർഡ് ആയിരിക്കും, സിമ്പിളായിട്ട് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ റേഡിയൽ ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ സിമ്പിളി എന്താണ്? ഈ സിലിണ്ടറിൻ്റെ റേഡിയസ് ആണ്. ഞാൻ ഇനി ഇതിനെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ എൻറ്റയർ സിസ്റ്റത്തിനെ, അതായത് ഈ എൻറ്റയർ കോയിലിനെ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് കിട്ടുമ്പോഴുള്ള ഷേപ്പാണ്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് റേഡിയൽ ഔട്ട്വേർഡ് ആണ്. ഞാൻ ഇതേ സാധനത്തിനെ ഒരു കോപ്പി എടുത്തതിന് ശേഷം അതിനെ റൊട്ടേറ്റ് ചെയ്ത് കാണിക്കാം. 180 ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. നൗ ഇറ്റ് ഈസ് 90 ഡിഗ്രി, നൗ ഇറ്റ് ഈസ് 180 ഡിഗ്രി. ഓക്കെ, സ്റ്റിൽ നിങ്ങൾ കറണ്ട് ഡയറക്ഷൻ ഒന്നും ഇപ്പോൾ നോക്കണ്ട. ഇപ്പോഴും നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ റേഡിയൽ ഡയറക്ഷനുള്ളൊരു പ്രത്യേകത, ഇറ്റ് വിൽ ബി റേഡിയൽ. ഓക്കെ, അപ്പം എസ് ക്യാപ്പ് എന്ന് വെച്ചാൽ ഇതിപ്പോൾ റേഡിയലി ഔട്ട്വേർഡ് ആണ് എൻ്റെ ഡയറക്ഷൻ, അതേ ഡയറക്ഷനിൽ തന്നെ നിൽക്കും. ഓക്കെ,
a 180-degree rotation of that cylinder means including the coil will not change the direction of the current, direction of the magnetic field, the radial direction of the magnetic field. Radial direction എപ്പോഴും എന്ത് തന്നെയായിരിക്കും, റേഡിയൽ ഡയറക്ഷൻ എപ്പോഴും റേഡിയൽ ആയിട്ട് തന്നെ നിൽക്കണം. അത് റേഡിയലി ഔട്ട്വേർഡ് എന്നാണ് ഞാൻ ആദ്യം എടുത്തെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് തന്നെ ആയിരിക്കും, അത് റേഡിയലി ഔട്ട്വേർഡ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പം എന്താ ചെയ്യണം, ബി എസ് എസ് ക്യാപ്പിൻ്റെ പ്രത്യേകത ഇവിടെയും അതിൻ്റെ ഡയറക്ഷൻ എന്ത് തന്നെയാണ്, ബി എസ് എസ് ക്യാപ്പ് തന്നെയാണ്. ഇവിടെ എന്താണ് ബി എസ് എന്ന് പറഞ്ഞാൽ ആ റേഡിയൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, എസ് ക്യാപ്പ്. ഓക്കെ, രണ്ടിടത്തും സെയിം ഡയറക്ഷനാണ്. ഓക്കെ, ഇനി നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള വേറൊരു പ്രത്യേകത നോക്കുക. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, ഇങ്ങോട്ടാണ്. ഇവിടെ വന്നപ്പോൾ കറണ്ട് ഡയറക്ഷൻ എങ്ങോട്ടായി, ഇങ്ങോട്ടായി. അതായത് ഈ ഫസ്റ്റ് കേസിൽ കറണ്ട് ഡയറക്ഷൻ ഐ ആണെങ്കിൽ സെക്കൻഡ് കേസിൽ കറണ്ട് ഡയറക്ഷൻ എന്തായി, മൈനസ് ആയി. അതായത് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വലൻ്റ് ടു ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. ഓക്കെ, രണ്ട് ചെയ്താലും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കാര്യം ഇപ്പോൾ ആലോചിക്കേണ്ട, രണ്ട് ചെയ്താലും സംഭവിക്കുന്നത് കറണ്ട് ഒന്നുകിൽ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഡയറക്ഷൻ മാറും, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കറണ്ടിൻ്റെ പോളാരിറ്റി മാറ്റിയാൽ മതി. രണ്ടും സെയിം ആണ്, ഐ ആൻഡ് മൈനസ് ഐ. ഓക്കെ, ഐയെ മൈനസ് ഐ ആക്കുന്നതും നമ്മളിതിനെ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നതും സിമിലർ ആണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ അക്കോർഡിംഗ് ടു ബയോട്ട് സവാർട്സ് ലോ നമുക്കറിയാം അതിനകത്ത് എന്തുണ്ട്, ഒരു ഐ ക്രോസ് ആർ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ഐ എന്നുള്ളത് മൈനസ് ഐ ആയാൽ, ഓക്കെ, ഇഫ് ഐ ഈസ് മൈനസ് ഐ, അതായത് ബി നമുക്കുണ്ട് വിത്ത് കറണ്ട് ഐ, അങ്ങനെയാണെങ്കിൽ ഐ എന്ന് പറയുന്നത് മൈനസ് ഐ ആയാൽ ബി എന്തോ ആവും, മൈനസ് ബി ആവും, അല്ലെങ്കിൽ ആവണം. ഓക്കെ, അതായത് കറണ്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം, ബി എന്നുള്ളത് മൈനസ് ബി ആവണം. പക്ഷേ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എന്താവില്ല, ബി എന്ന് പറയുന്നത് മൈനസ് ബി ആവത്തില്ല. ദാറ്റ് മീൻസ് നിങ്ങളൊരു റേഡിയൽ കമ്പോണൻ്റ് ഓഫ്, അല്ലെങ്കിൽ റേഡിയലാണ് നിങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ഐ മൈനസ് ഐ ആവുമ്പം ബി മൈനസ് ബി ആവും. പക്ഷേ അതേ ഇക്വലൻ്റ് പ്രോസസ്സാണ് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നത്. അന്നേരം എന്താവില്ല, ബി എസ് എന്നുള്ളത് മൈനസ് ബി എസ് ആവില്ല, ബി എസ് ആയിട്ട് തന്നെ തുടരും. സോ ഈ ഡിസ്ക്രിപ്പൻസിക്ക് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് അവർ ഫസ്റ്റ് അസംഷൻ ദാറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് റേഡിയൽ. അപ്പം എന്ത് മനസ്സിലായി, നമ്മുടെ ആ അസംഷൻ തെറ്റാണ്. ദാറ്റ് മീൻസ് മാഗ്നറ്റിക് ഫീൽഡ് എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് റേഡിയൽ. ഓക്കെ, അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ തീരുമാനിക്കുന്നത്. ഇതേ അസംഷൻ നമ്മൾ നേരത്തെയും പ്ലെയിനിൻ്റെ കേസിലും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തത്. ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ എടുക്കുന്നു, ദെൻ അവിടെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ പഴയ വീഡിയോ കണ്ടു നോക്കിയാൽ മതി, അവിടെയും ഇതേ ഐഡിയ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഇറ്റ് ഈസ് നോട്ട് റേഡിയൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് രണ്ട് ഡയറക്ഷൻ ബാക്കിയുണ്ട്, ഫൈ ക്യാപ്പ് ആൻഡ് ഇസഡ് ക്യാപ്പ്. ലെറ്റ് us assume that it is along ഫൈ ക്യാപ്പ്. ഓക്കെ, അപ്പോൾ ഫൈ ക്യാപ്പ് ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. സോ ഫൈ ക്യാപ്പ് ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ദ സ്റ്റാറ്റസ്. ഓക്കെ, ഇങ്ങനെ ഇരിക്കും സാധനം അല്ലേ. ഫൈ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഫസ്റ്റ് ഫിഗർ നോക്കുക, ഇത് നമ്മുടെ ഇതുള്ള ഫിഗർ മാത്രം നോക്കുക. ഓക്കെ, അപ്പോൾ ഫൈ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നിന്ന് ഇങ്ങനെ പോകും, നമ്മുടെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ എല്ലാം ഇങ്ങനെ ആയിരിക്കും അല്ലേ. ഇവിടെ ഒരു സർക്കിൾ, ഇവിടെ ഒരു അതായത് ഒരു സർക്കുലാർ ഫീൽഡ് എന്ന് വേണമെങ്കിൽ പറയാം, സർക്കംഫറൻഷ്യൽ എന്നോ. ഓക്കെ, ഫൈ ക്യാപ്പ്, അപ്പം ലെറ്റ് ബി ഈസ് ഈക്വൽ ടു ബി ഫൈ ഇൻറ്റു ഫൈ ക്യാപ്പ്, ഇല്ലെങ്കിൽ ഫൈ ക്യാപ്പ് ഡയറക്ഷൻ എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് പറയാം, ലെറ്റ് ദ ഫീൽഡ് ബി സർക്കംഫറൻഷ്യൽ. അതായത് നമ്മുടെ സിലിണ്ടറിൻ്റെ സർക്കംഫറൻസ്, ഓക്കെ, ഒരു ലാർജർ സർക്കംഫറൻസ് വരച്ചു കഴിഞ്ഞാൽ, ഈ സർക്കംഫറൻഷ്യൽ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്, നമ്മുടെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സും കൂടെ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ സർക്കംഫറൻഷ്യൽ ആയിട്ടുള്ളൊരു ഫീൽഡാണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ അങ്ങനെ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ നേരെ മേളിൽ നിന്ന് നോക്കി എന്ത് കാണും. ഓക്കെ, അപ്പോൾ നേരെ മേളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ സിലിണ്ടർ ഇവിടെ കാണും, അതാണ് ഈ വരച്ചിരിക്കുന്നത്, ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, സിലിണ്ടർ ഇവിടെ കാണും. ദെൻ സിലിണ്ടറിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലൂപ്പായിട്ട്, അതായത് സർക്കംഫറൻഷ്യലായിട്ട് ഈ വരച്ചിരിക്കുന്ന വൈറ്റ് ലൈൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ നമ്മൾ കാണുക. ഓക്കെ, നൗ അസ്യൂം അങ്ങനെയാണെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, വി ആർ ഗോയിങ് ടു അപ്ലൈ, ഇങ്ങനെയാണെന്ന് എടുക്കുന്നു. സോ ബി ഈസ് ഈക്വൽ ടു എന്താണ്, ബി ഈസ് ഈക്വൽ ടു ബി ഫൈ ആണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ കറണ്ട് ഡയറക്ഷൻ ഇങ്ങനെ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ. സർക്കുലർ കണ്ടാൽ അറിയാം, ഞാനത് എടുത്ത് പറയേണ്ട കാര്യമില്ല. നൗ
എന്ത് ചെയ്യാൻ പോവാണ്, ഇങ്ങനെ കുറേ സർക്കിൾസ് ആണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ അസ്യൂം ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, വി ആർ ഗോയിങ് ടു അപ്ലൈ ആംപിയേഴ്സ് ലോ. അപ്പം ആംപിയേഴ്സ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. സോ ആംപിയേഴ്സ് ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സർട്ടൻ ഒരു R റേഡിയസ് ഉള്ള ഒരു സർക്കിൾ എടുക്കുന്നു. അതാണ് നമ്മുടെ B.dl കണ്ടുപിടിക്കാനുള്ള ആ പാത്ത്. ഓക്കെ, സോ നമ്മുടെ പാത്ത് എന്ന് പറയുന്നത് ഈ റെഡ് ലൈനാണ്. സോ അതിലൂടെയുള്ള B.dl ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു μ0 I enclosed എന്നാണല്ലോ. ഓക്കെ, റൈറ്റ് സൈഡ് അവിടെ ഇരിക്കട്ടെ, അത് പിന്നെ നോക്കാം. സോ ഇൻ്റഗ്രൽ B.dl ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ബി എന്ന് പറയുന്നത്, നമുക്കൊരു ചെറിയൊരു എലമെൻ്റ് എടുത്ത് നോക്കാം. ഇവിടുത്തെ ബിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഈ ലൈൻ എലമെൻറ്റും എങ്ങനെയാണ്, അതേ ഡയറക്ഷൻ തന്നെയാണല്ലോ. സോ B.dl, അപ്പം ലൈൻ എലമെൻറ്റിൻ്റെ ഡയറക്ഷൻ നമ്മൾ കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ B.dl എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇറ്റ് സിംപ്ലി BdL ആയിരിക്കും. ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, B × 2πr എന്ന് കിട്ടും. സോ ആംപിയേഴ്സ് ലോയുടെ LHS നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. നൗ വാട്ട് ഈസ് ദ RHS, μ0 I enclosed is equal. ഇങ്ങനെ ഒരു സർക്കിൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ സർക്കിൾ എന്ന് പറയുന്നത് എവിടെ വരും, നമുക്കൊന്ന് നോക്കാം. ദാറ്റ് സർക്കിൾ വിൽ കം സംവെയർ ഓവർ ഹിയർ. ഓക്കെ, ഇതായിരിക്കുമല്ലോ നമ്മുടെ ആ സർക്കിൾ. നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ നിന്ന് ഓക്കെ, സൈഡിൽ നിന്ന് നോക്കിയാൽ ഇങ്ങനെ ഇരിക്കും, നേരെ മേളിൽ നിന്ന് നോക്കിയാൽ ഇങ്ങനെ ഇരിക്കും. ഇതിനകത്തൂടെ എന്തെങ്കിലും കറണ്ട്, അതായത് സർക്കിളിലൂടെ കറണ്ട് പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആക്ച്വലി ആംപിയേഴ്സ് ലോയിൽ പറയുന്നത് ഇങ്ങനെ ഒരു സർക്കുലാർ പാർട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഏരിയ, ദിസ് ഈസ് ഇറ്റ്സ് ഏരിയ, ഈ ഏരിയ കട്ട് ചെയ്ത് എന്ത് കറണ്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഓക്കെ, അതായത് ഇവിടുന്ന് കയറിയിട്ട് ഇങ്ങനെ കറണ്ട് വല്ലതും പോകുന്നുണ്ടോ, അല്ലാണ്ട് ഇതിന് പാരലായിട്ട് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. ഓക്കെ, ആ സർഫസിലൂടെ ഒഴുകിയിട്ട് കാര്യമില്ല, ആ സർഫസിനെ കട്ട് ചെയ്ത് എത്ര കറണ്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കണക്കാവശ്യമുള്ളത്. സോ അങ്ങനെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, നമ്മളുടെ കറണ്ട് പോകുന്നത് സർക്കംഫറൻഷ്യലാണ്, നമ്മുടെ ഈ വരച്ചിരിക്കുന്ന ആംപീരിയൻ ലൂപ്പും എന്താണ്, സർക്കംഫറൻഷ്യലാണ്. ദാറ്റ് മീൻസ് അതിനകത്തൂടെ എന്ത് പോവില്ല, ദർ ഈസ് നോ കറണ്ട്. അതായത് കറണ്ട് പോകുന്നത്, ഇപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ വരച്ചാൽ എങ്ങനെ ഇരിക്കും, കറണ്ട് ഡയറക്ഷൻ ഞാൻ വേണമെങ്കിൽ ഇവിടെ വരയ്ക്കാം, ഇങ്ങനെ ആയിരിക്കും. ആംപിയറിയൻ ലൂപ്പ് എങ്ങനെയാണ്, ഇങ്ങനെയാണ്. അതായത് ആംപിയറിയൻ ലൂപ്പിനെ ക്രോസ് ചെയ്ത് ദർ ഈസ് നോ കറണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അസംഷൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അസംഷൻ്റെ അഡ്വാൻറ്റേജ്. എന്താണ്, ദർ ഈസ് നോ നെറ്റ് കറണ്ട് ഇൻ ദ ആക്സിയൽ ഡയറക്ഷൻ. അതായത് ആക്സിയൽ ഡയറക്ഷൻ ആക്സിയൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എയ്തർ അപ്പ് ഡൗൺവേർഡോ, ഓക്കെ, ഒന്നുകിൽ മേളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ കറണ്ട് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡ് എന്താവില്ലായിരുന്നു, വിൽ ബി നോട്ട് ഈക്വൽ ടു 0 എന്നായി പോയേനെ. ഓക്കെ, അപ്പം ഇങ്ങനെ വരാതിരിക്കാനുള്ള കാരണം എന്താണ്, നമ്മൾ ആദ്യം എടുത്ത ഒരു അസംഷൻ ഉണ്ടായിരുന്നു, മുകളിലേക്കും താഴേക്കും വൈൻഡിങ് ഉണ്ട്. ഡ്യൂ ടു ദോസ് വൈൻഡിങ്സ് എന്ത് സംഭവിക്കുന്നു, ഇതിൻ്റെ നെറ്റ് റൈറ്റിലേക്ക് മാത്രമാണെന്ന് നമ്മൾ അന്നേരം അനാവശ്യമെന്നും തോന്നിയെങ്കിലും ഇവിടെ യൂസ്ഫുൾ ആവുന്ന ഒരു അസംഷനാണത്. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു കമ്പോണൻ്റ് ഓഫ് കറണ്ട് താഴേക്കുണ്ട്, ആ താഴേക്ക് ഇത് ക്രോസ് ചെയ്ത് പോകുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്യേണ്ടി വന്നേനെ. ഓക്കെ, അതുകൊണ്ട് ഇവിടെ നമുക്ക് അങ്ങനെ ഒരു അസംഷൻ്റെ ആവശ്യമില്ല. ടാൻജൻഷ്യലായിട്ട് മാത്രമേ കറണ്ട് ഉള്ളൂ. ദർ ഈസ് നോ ആക്സിയൽ കറണ്ട്, സോ ഇറ്റ് ഈസ് 0. അപ്പം നമുക്ക് എന്ത് കിട്ടി, ദിസ് ഈസ് ഈക്വൽ ടു 0. അപ്പം B5, ഇത് നമ്മുടെ B5 ആണല്ലോ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. B5 × 2πr ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ദർ ഈസ് നോ കറണ്ട്, ദർ ഈസ് നോ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ സർക്കംഫറൻഷ്യൽ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇനി ഓൺലി ദ റിമൈനിങ് വൺ, എന്തായാലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഓൺലി ദ റിമൈനിങ് വൺ ഈസ് ദ Z. ഓക്കെ, Z ഡയറക്ഷൻ ഓർ ദ ആക്സിയൽ ഫീൽഡ് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം. സോ ദ ഓൺലി ഫീൽഡ് റിമൈൻസ് ഈസ് ആക്സിയൽ ഫീൽഡ്. ദാറ്റ് മീൻസ് B ഈസ് ഈക്വൽ ടു BZ മാത്രമേ റിമൈൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഈ B ഈസ് ഈക്വൽ ടു BZ നമുക്ക് വേറൊരു രീതിയിൽ കൂടി നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. അതാണ്, ഓക്കെ, നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ പറയാം, ഇല്ലെങ്കിൽ നമ്മൾ +2 പഠിച്ചൊരു ഡയഗ്രം ഉണ്ട്, ഗ്രിഫിത്തിൽ ഇത് പറയുന്നില്ല, പക്ഷേ നമുക്ക് ആ ആക്സിയൽ ഫീൽഡിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുകയും ചെയ്യും. സോ ദിസ് ഈസ് സംതിങ് കോൾഡ്, ഇവിടുന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം എന്താണ് ആ ഫിഗർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. സോ ജസ്റ്റ് ഇമാജിൻ ദാറ്റ്. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് നമ്മളുടെ ഫീൽഡാണ്,
അല്ലെങ്കിൽ ലൈനാണ്. ഈ ലൈനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐ ക്യാൻ കട്ട്. ഓക്കെ, ഇപ്പോൾ ഇത് മനസ്സിലാവും തോന്നുന്നു. അതായത് നമ്മൾ ഇതിനെ ഇങ്ങനെ ഒരു പ്ലെയിനിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴംപൊരിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണുന്നത് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, അതായത് അങ്ങനെ കട്ട് ചെയ്തിട്ട് നോക്കിയാൽ കാണുന്ന ഫിഗറാണ് ഈ കാണുന്നത്. ഇനി ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും, ഇവിടെ നിന്ന് കറണ്ട് ഇങ്ങോട്ട് വന്ന് തിരിച്ച് ഇതിലേക്കൂടെ പോകുന്നു അല്ലേ? കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങനെ പോകുന്നു, അടുത്തത് ഇവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോകുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ് മീൻസ് ഇവിടുത്തെ കറണ്ട് ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഈ ഒരു പോയിന്റ് മാത്രം നോക്കിയാൽ ഇറ്റ് വിൽ ബി ടുവേർഡ്സ് യു. ഇവിടെ പോകുമ്പോൾ എന്താണ്? കറണ്ട് കറങ്ങി ബാക്കിലേക്ക് പോവാണ്. സോ ഇറ്റ് ഈസ് അവേ ഫ്രം യു. സോ ദിസ് ഈസ് ടുവേർഡ്സ് യു, ദിസ് ഈസ് അവേ ഫ്രം യു, ടുവേർഡ്സ് യു, അവേ ഫ്രം യു. ഓക്കെ, അപ്പോൾ എനിക്ക് ആ പോർഷൻ മാത്രം ഒന്ന് കൺസിഡർ ചെയ്യാം. കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഈ ഒരു പോയിന്റിൽ ഓക്കെ, അതായത് ഒരു കറണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക, എ കറണ്ട് ഈസ് ടുവേർഡ്സ് യു, ദെൻ വാട്ട് വുഡ് ബി ദ ഫീൽഡ് ഡ്യൂ ടു ദാറ്റ്? ഓക്കെ, ഓർ ഡ്യൂ ടു ദിസ് കറണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് തമ്പ് ഈ ഡയറക്ഷനിൽ വെക്കുക, ദെൻ കേൾഡ് ഫിംഗേഴ്സ്, റൈറ്റ് ഹാൻഡിൻ്റെ കേൾഡ് ഫിംഗേഴ്സ് വിൽ ഗിവ് യു ദ ഡയറക്ഷൻ. എങ്ങനെയായിരിക്കും? ദിസ് വിൽ ബി ഇങ്ങനെ ആയിരിക്കും അല്ലേ? ഇത് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ്. അതേ സ്ഥാനത്ത് ഇൻഡു മാർക്കിൻ്റെ സ്ഥലത്തെ അവസ്ഥ എന്തായിരിക്കും? ഇൻഡു മാർക്കിൻ്റെ സ്ഥലത്ത് നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയായിരിക്കും. സോറി, തിരിച്ചു വരും ഇങ്ങനെ. നിങ്ങൾ തമ്പ് ഇൻവേർഡ് അകത്തേക്ക് വയ്ക്കുക, ടുവേഴ്സ് ദ, അല്ലെങ്കിൽ തമ്പ് നേരെ തിരിച്ച് വയ്ക്കുക അകത്തേക്ക്. ദാറ്റ് മീൻസ് അപ്പോൾ അത് കാരണമുള്ള ഫീൽഡ് ഇങ്ങോട്ട് വരും. ഓക്കെ, അതാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത് ഈ ഫിഗറിനകത്ത്. ഓക്കെ, അങ്ങനെ ഒരു ഭാഗം എടുത്ത് സൂം ചെയ്തിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓരോ ഇൻഡിവിജ്വൽ സർക്കിളും കാണിക്കുന്നത് ഇത് കാരണമുള്ള ഫീൽഡുകളാണ്. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ഫീൽഡ്. ഓക്കെ, ഒരു ഫീൽഡ് ഇതാണ്, ഒരു കറണ്ട് കാരണമുള്ള ഒരു ഫീൽഡാണ് ഈ വരച്ചിരിക്കുന്നത്. കണ്ടോ? അപ്പം ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഓക്കെ, കാരണം ഇതെങ്ങോട്ടാണ്? ഇറ്റ് ഈസ് ടുവേർഡ്സ് യു, ഇറ്റ് ഈസ് അവേ ഫ്രം യു. ദാറ്റ് ഈസ് വൈ ദ ഡിഫറൻസ്. ഇനി നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ അങ്ങനെയാണല്ലോ. ഇനി അതേലത്തെ കുറേ എണ്ണം താഴേക്കുണ്ട്. സിമിലർലി നിങ്ങളൊരു കാര്യം കൂടി നോക്കുക. ഇനി ഇത് കാരണം ഒറ്റ മാഗ്നറ്റിക് ഫീൽഡ് അല്ല, അതിനേക്കാൾ വലിയൊരു മാഗ്നറ്റിക് ഫീൽഡ് ലൈനും കൂടെ ഞാൻ വരച്ചു. ഓക്കെ, ഡ്യൂ ടു ദ സെയിം ലൂപ്പ്. ഈ കാണുന്നത് നമ്മുടെ അതേപോലുള്ള വേറൊരെണ്ണമാണ്. അതേപോലെ ഇത് കാരണം എങ്ങോട്ടുണ്ടാവും? ഇങ്ങോട്ടും ഉണ്ടാവും. നൗ അകത്ത് ഇത്രയും പോർഷൻ ഒന്ന് നോക്കിയേ, എന്ത് കാണാൻ പറ്റും? യു വിൽ സീ ഇവിടുന്ന് ഇതിങ്ങോട്ട്. സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐ ക്യാൻ കണക്ട് ഓൾ ഓഫ് ദം ടുഗദർ. ദാറ്റ് മീൻസ് ഇതിൻ്റെ റിസൾട്ടൻ്റ് എഫക്റ്റിൽ നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ലൂപ്പുകൾ വരയ്ക്കാം. ഓരോ ലൂപ്പും വരയ്ക്കുന്നതനുസരിച്ച് റിസൾട്ടൻ്റ്ലി ഫീൽഡിൻ്റെ ഡയറക്ഷൻ എല്ലാം എങ്ങോട്ടായിരിക്കും? വിൽ ബി ടുവേർഡ്സ് ദ അപ്വേർഡ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഫിസിക്കലി ഒരു സിംഗിൾ ലൈനായിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പം ആക്സിയലി ആയിട്ട് പോകും. ഇനി ഇത് നേരെ മേളിൽ നിന്ന് നോക്കിയാൽ നിങ്ങൾ കാണുക ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, കുറേ ഫീൽഡുകൾ ഇതിൻ്റെ നടുക്കൂടെ മുകളിലേക്ക് പോകുന്നു. പക്ഷേ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സിലിണ്ട്രിക്കലായിട്ടുള്ള ഒരെണ്ണത്തിനകത്ത് ഒരു സിലിണ്ട്രിക്കലായിട്ടുള്ള പെന്നിൻ്റെയൊക്കെ കവർ കണ്ടിട്ടില്ല? ഒരുപാട് പെന്നുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന കടയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ കുറേ പെന്നുകൾ അടുക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഡയറക്ഷൻ ആയിരിക്കും ഈ ഫീൽഡിനുള്ള, അതിനകത്തൂടെ പോകുന്ന ആ ഫീൽഡ്. ദാറ്റ് ഈസ് വാട്ട് മെൻഷൻ ബൈ ദിസ്. അപ്പം ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതിനകത്തെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ആവും എന്ന് അസ്യൂം ചെയ്യാം. ഇത് നിങ്ങൾ +2 പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനതൊന്ന് പറഞ്ഞുള്ളൂ. നിങ്ങൾ NCERT ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ നന്നായിട്ട് പറയും. ഞാൻ മറ്റേത് കുറച്ചുകൂടെ എംഫസൈസ് ചെയ്തത് നമ്മൾ അത്രയും ജോമെട്രിക്കലി പോവാതെ തന്നെ നമുക്ക് ഈ രീതിയിൽ വേണമെങ്കിലും അത് ആക്സിയൽ ആണെന്ന് മനസ്സിലാക്കാം എന്നുള്ളതുകൊണ്ടാണ്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഈസിലി അപ്ലൈ. ഇപ്പം B/BZ മാത്രമാണ്, B=BZ ഡയറക്ഷൻ മാത്രമാണ് എന്ത്? നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. നൗ വി ക്യാൻ അപ്ലൈ ദ ആംപിയേഴ്സ് ലോ. ഓക്കെ, ഫോർ ദാറ്റ് ലെറ്റ്സ് ടേക്ക്. സോ ഇതാണ് ഇനി നമ്മൾ ആംപിയേഴ്സ് ലോ അപ്ലൈ ചെയ്യാൻ പോവാണ്. ആംപിയേഴ്സ് ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചു. സോ ദിസ് ഈസ് അവർ ലൂപ്പ്. ഓക്കെ, ഇനി ഈ ലൂപ്പിലേക്ക് നോക്കുക. ഈ ലൂപ്പിൻ്റെ ഡയറക്ഷൻ നമുക്ക് ഈ എലോങ് ദിസ് ലൂപ്പാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? B.dl കാൽക്കുലേറ്റ് ചെയ്യും. ആദ്യം ഒരു ലൂപ്പ് എടുക്കുന്നത് ഔട്ട്സൈഡ് ആണ് കേട്ടോ. ഓക്കെ, സോ ഇത് ആക്സിസിൽ നിന്ന് ഇത് A ഡിസ്റ്റൻസിലും ഇത് B ഡിസ്റ്റൻസിലാണെന്ന് വിചാരിക്കും. ഓക്കെ, ദിസ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് A ആൻഡ് ദിസ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് B എന്ന് അസ്യൂം ചെയ്യാം.
അപ്പം മാഗ്നറ്റിക് ഫീൽഡ് എന്തായാലും അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് എന്താണെന്ന് കിട്ടി, വിൽ ബി അലോങ് ഇസഡ് ക്യാപ്പ് ആയിരിക്കും എന്ന് കിട്ടി. അപ്പം അതായത് മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന് പറയുന്നത് ഇസഡ് ക്യാപ്പ് ഡയറക്ഷൻ, ഇവിടെ എന്തായിരിക്കും ഇസഡ് ക്യാപ്പ് ഡയറക്ഷൻ. പക്ഷേ നമുക്കറിയാം ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ ഡിസ്റ്റൻസിലായതുകൊണ്ട്, സിൻസ് ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് എ, ഇവിടുത്തെ ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ബി ഓഫ് എ ഇൻറ്റു ഇസഡ് ക്യാപ്പ് എന്നായിരിക്കും. ആൻഡ് ഇവിടുത്തെ എന്ന് പറയുന്നത് ബി ഓഫ് ബി ഇൻറ്റു ഇസഡ് ക്യാപ്പ്. ഡയറക്ഷൻ എല്ലായിടത്തും ഇസഡ് ക്യാപ്പ് ആണെങ്കിലും നമ്മളുടെ കോയിലിൽ നിന്നുള്ള ഡിസ്റ്റൻസ് മാറുന്നതനുസരിച്ച് എന്ത് മാറാം, ദർ ക്യാൻ ബി ചേഞ്ച് ഇൻ ദ മാഗ്നിറ്റ്യൂഡ്. സോ അതാണ് ഇവിടുത്തെ ഫീൽഡിനെ നമ്മൾ ബി ഓഫ് ബി എന്നും ഇവിടുത്തേനെ നമ്മൾ ബി ഓഫ് എ എന്നും വിളിച്ചത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നൗ വി ക്യാൻ ഡു, ഇനി നമുക്ക് ഈ ലൂപ്പിനൊരു ഡയറക്ഷനോട് കൊടുക്കാം. സോ ലെറ്റ് ദിസ് ബി ദ ഡയറക്ഷൻ. ഇങ്ങനെയാണെന്ന് വിചാരിക്കാം, ഇങ്ങനെ വരും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, 4 എണ്ണം ഉണ്ട്. ഈ 4 സൈഡിൽ എന്ത് ചെയ്യുക, ബി ഡോട്ട് ഡി എൽ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇതിനെ നമ്മൾ ഫസ്റ്റ് സൈഡ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഓക്കെ, ഫോർ ദ ഫസ്റ്റ് സൈഡ് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ലൂപ്പിൻ്റെ ഡയറക്ഷൻ നേരെ മുകളിലേക്കാണ്, ബിയുടെ ഡയറക്ഷനും മേളിലോട്ടാണ്. സോ ബി ഓഫ് ബി ഡോട്ട് ഡി എൽ. ഓക്കെ, ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ ഇൻറ്റു ഡി എൽ തന്നെ ആവും. ഇതിൻ്റെ ഈ സൈഡ് എൽ ആണെന്ന് വിചാരിക്കുക, വൺ സൈഡ് ഈസ് എൽ എന്ന് വിചാരിക്കുക. അപ്പം ബി ഓഫ് ബി ഇൻറ്റു എൽ, ബിക്കോസ് ദേ ഹാവ് ദ സെയിം ഡയറക്ഷൻ. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഫോർ ദ സെക്കൻഡ് ലൈൻ അല്ലെങ്കിൽ സെക്കൻഡ് സെഗ്മെൻറ്റ്, ഇത് ലെഫ്റ്റിലേക്കും ഇത് മേളിലേക്കും, ദ ആംഗിൾ ഈസ് 90 ഡിഗ്രി. അപ്പം ബി ഡോട്ട് ഡി എൽ എന്തായിരിക്കും, ഫോർ ദിസ് കേസ് ബി ഡോട്ട് ഡി എൽ വിൽ ബി 0. അപ്പോൾ ഈ സൈഡിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ബി ഡോട്ട് ഡി എൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ദ ആംഗിൾ ഈസ് 0. ഓക്കെ, സോറി, ആംഗിൾ ഈസ് നോട്ട് 0, ആംഗിൾ ഈസ് 90 ഡിഗ്രി. സോറി, അതായത് കോസ് 90 എന്ന് വരും. ഓക്കെ, അപ്പം ഈ ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രിയാണ്. സോ കോസ് 90 0. സോ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പം 0 വരും. സോ പ്ലസ് 0 പ്ലസ്, ഇവിടെ നോക്കുമ്പോൾ എന്ത് വരും, ബി ഓഫ് എ ഇൻറ്റു ഇസഡ് ക്യാപ്പ് എന്ന് പറയുന്നത് മുകളിലേക്കും നമ്മുടെ ലൈൻ എലമെൻറ്റ് താഴേക്കുമാണ്. സോ എന്ത് വരും, ഒരു നെഗറ്റീവ് സൈൻ അഡീഷണൽ വരുന്നേ ഉള്ളൂ. ദറ്റ് ഈസ് ബി ഓഫ് എ ഇൻറ്റു എൽ, അടുത്തത് 0. സോ നമുക്ക് എന്ത് കിട്ടി, ബി ഓഫ് ബി മൈനസ് ബി ഓഫ് എ ഇൻറ്റു എൽ എന്ന് കിട്ടും. എന്ത്, ദ ലെഫ്റ്റ് സൈഡ്. ഇനി റൈറ്റ് സൈഡ് എന്താണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു ഐ എൻക്ലോസ്ഡ് ആണ്. അതായത് ഇതാണ് നമ്മുടെ ലൂപ്പ്. അല്ലെങ്കിൽ ഈ ലൂപ്പിനകത്തൂടെ കറണ്ട് വല്ലതും ക്രോസ് ചെയ്യുന്നുണ്ടോ, ഇല്ല, കറണ്ട് ക്രോസ് ചെയ്യുന്ന ഇതിലേക്കൂടാണ്. നമ്മുടെ ലൂപ്പ് എന്ന് പറയുന്നത് പുറത്താണ് ഇരിക്കുന്നത്. സോ പുറത്തിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ μ0 ഐ എൻക്ലോസ്ഡ് എന്തായിരിക്കും, ഇറ്റ്സ് ഈക്വൽ ടു μ0 ഇൻറ്റു ഐ എൻക്ലോസ്ഡ് 0 ആവും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിനകത്തുനിന്ന് എനിക്ക് എന്ത് കിട്ടും, ബി ഓഫ് ബി മൈനസ് ബി ഓഫ് എ ഈക്വൽ ടു 0, ഓർ ബി ഓഫ് ബി ഈക്വൽ ടു ബി ഓഫ് എ. ഓക്കെ, അപ്പോൾ ബി ഓഫ് ബി എന്ന് പറയുന്നത് ബി ഓഫ് എ ആണെന്ന് എനിക്ക് കിട്ടി. അതായത് നിങ്ങൾ ആക്സിസ് ഈ പോയിന്റിലെ ഫീൽഡും എന്താണ്, സെയിം ആണ്. അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ് ദ ഫീൽഡ് വിൽ ബി സെയിം. ഏത് പോയിന്റിലായാലും സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെ റിസൾട്ടാണ് നമ്മൾ ഫസ്റ്റ് ആംപീരിയൻ ലൂപ്പ് കൊടുത്തപ്പോൾ കിട്ടിയത്. ഇനി നമ്മൾ ഒരു കാര്യം കൂടി അസ്യൂം വിചാരിക്കുകയാണ്. ഇമാജിൻ ദാറ്റ് യു ആർ ഇൻഫൈനൈറ്റ്ലി ഫാർ അവേ. ഓക്കെ, ഇൻഫൈനൈറ്റ്ലി ഫാർ അവേ ഫ്രം ദിസ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം എത്രയായാലും ഇൻഫൈനൈറ്റ്ലി ഫാർ അവേ ആവുന്ന സമയത്ത് നമുക്ക് ഇവിടെ, അല്ലെങ്കിൽ ഇഫ് യു ഗോ അപ് ടു ഇൻഫിനിറ്റി, അറ്റ് ഇൻഫിനിറ്റി നിങ്ങളുടെ ഫീൽഡ് എന്തായി പോവും, ഫീൽഡ് വിൽ ബി 0. ഓക്കെ, അത് വേറൊരു രീതി കൂടി ഞാൻ പറയാം. അപ്പം ഇൻഫൈനൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ഇതിൻ്റെ ഫീൽഡ് എന്തായി, 0 ആയി. സോ ഫീൽഡ് 0 ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫൈനൈറ്റിലെ ഫീൽഡ്, ഓക്കെ, ബി അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0. ബി അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പം ഔട്ട്സൈഡ് ആണല്ലോ എന്തായാലും. അപ്പം ഔട്ട്സൈഡ് ഫീൽഡ് ഏത് പോയിന്റിലായാലും സെയിം ആണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ റിസൾട്ട് അനുസരിച്ച് നമ്മളുടെ കോയിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ കോയിലിൻ്റെ ഇവിടെ എടുത്താലും ഇനി ഈവൻ അറ്റ് ഇൻഫിനിറ്റി എടുത്താലും എല്ലായിടത്തെയും ഫീൽഡ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അതിനകത്ത് ഒരിടത്തെ ഫീൽഡ് 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയും ഓട്ടോമാറ്റിക്കലി എന്താവും, 0 ആവും. ദാറ്റ് മീൻസ് ദ ഫീൽഡ് ഔട്ട്സൈഡ് ദ സോളിനോയിഡ് ഈസ് 0. അപ്പം അവിടെ നിന്ന് നമുക്ക് കിട്ടിയത് ഫീൽഡ് ഔട്ട്സൈഡ് ഈസ് ഈക്വൽ ടു 0. നൗ ദ നെക്സ്റ്റ് പാർട്ട് എന്താണ്, നമുക്ക് വാട്ട് ഈസ് ഇൻസൈഡ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആംപീരിയൻ ലൂപ്പ് അകത്തും കൂടെ പോകുന്ന രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്യാം. സോ ലെറ്റ്സ് അസ്യൂം സംതിങ് ലൈക്ക് ദിസ്. ഇനി നമുക്ക് ഇവിടെ എളുപ്പമാണ്. ഇവിടെ നമ്മൾ ലൂപ്പ് ഒന്ന് നേരെ തിരിച്ചെടുക്കാം, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇതാണ് നമ്മുടെ ലൂപ്പിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, നൗ ലെറ്റ്
this be the direction of B. B is Z direction ആണ്. ഓക്കെ, അപ്പോൾ ഇനി സിമ്പിളാണ്. ഔട്ട്സൈഡ് ഫീൽഡ് എല്ലാം 0 ആവും. സോ ഇവിടുന്നുള്ള ബി ഡോട്ട് ഡി എൽ 0 ആയി, ഇവിടുന്നുള്ള ബി ഡോട്ട് ഡി എൽ 0 ആയി. കാരണം ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ, ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഇവിടുന്നുള്ള ബി ഡോട്ട് ഡി എൽ എന്തായി? 0 ആയി. പിന്നെ ഈ ഒരൊറ്റ സൈഡ് മാത്രമേ നമ്മുടെ ബി ഡോട്ട് ഡി എല്ലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ബി ഡി എൽ ഇൻ്റഗ്രൽ വിച്ച് ഈസ് ഈക്വൽ ടു ബി എൽ. സോ ബി എൽ ഈസ് ദ LHS ഓഫ് ദ ആംപിയേഴ്സ് ലോ. ഇനി വാട്ട് ഈസ് എ mu 0 ഇൻറ്റു ഐ എൻക്ലോസ്ഡ്? അതായത് നമ്മുടെ ഈ ഏരിയയിലൂടെ എത്ര കറണ്ട് പോവും എന്നുള്ളതാണ്. ഓക്കെ, നമുക്കറിയാം യൂണിറ്റ് ലെങ്ത്തിലൂടെ പോകുന്നത് n ടേൺസ് ആണുള്ളത്. ഓക്കെ, അപ്പം യൂണിറ്റ് ലെങ്ത്തിലൂടെ ഐ കറണ്ട് ഉണ്ടെന്ന് എനിക്ക് പറയാമല്ലോ. ഓക്കെ, യൂണിറ്റ് ലെങ്ത്തിൽ n ടേൺസ് ഉണ്ടെങ്കിൽ യൂണിറ്റ് ലെങ്ത്തിൽ ദർ വിൽ ബി ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഓക്കെ, പെർ യൂണിറ്റ് ലെങ്ത് ഓക്കെ, പെർ യൂണിറ്റ് ലെങ്ത് ദർ ആർ n ടേൺസ്. ഓക്കെ, അങ്ങനെ n ടേൺസിലൂടെ എത്ര കറണ്ട് പോകുന്നുണ്ടാവും? ഓക്കെ, അപ്പോൾ ഇതിനകത്തൂടെ n ടേൺസിലൂടെ n ഇൻറ്റു ഐ ആയിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുക. ഓക്കെ, ഓരോന്നോരോന്ന് എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിവിടെ ni കറണ്ട്, അതായത് വേറൊരു തരത്തിൽ പറഞ്ഞാൽ പെർ യൂണിറ്റ് ലെങ്ത്തിൽ പെർ ലെങ്ത്തിൽ എത്ര പോകുന്നുണ്ട്? ni കറണ്ട് പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇതിൻ്റെ സൈഡ് എത്രയാണ് എടുത്തത്? L എന്നാണ് എടുത്തത്. അപ്പം L ലെങ്ത്തിൽ എത്ര പോകുന്നുണ്ടാവും? ni ഇൻറ്റു L കറണ്ട് പോകുന്നുണ്ടാവും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു mu 0 ni ഇൻറ്റു L. So this is the LHS, this is the RHS. So B is equal to mu 0 ni, which is the same result as we got from the Biot Savarts law. Okay, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അതിൻ്റെ എക്സ്പ്ലനേഷൻ, ഔട്ട്സൈഡ് ഫീൽഡിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഞാൻ ഇതേ ഫിഗർ തന്നെ എടുക്കുന്നു. വെച്ചിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഔട്ട്സൈഡ് ഫീൽഡ് നിങ്ങൾ ഒന്ന് അസ്യൂം ചെയ്യേണ്ടത് ഇത് വളരെ ഒരു ചെറിയ സാധനമാണെന്ന് അസ്യൂം ചെയ്യും. ഓക്കെ, അപ്പോൾ വളരെ വലുതായിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പം ഈ ഫീൽഡ് നോക്കുക, ഈ കറണ്ട് ലൂപ്പ് ഉണ്ടാക്കുന്ന ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കത്തില്ല. ഇതിങ്ങനെ സർക്കിൾസ് ഉണ്ടാക്കി ഇതിവിടെ എന്ത് ചെയ്യും? വിൽ മേക്ക് എ സർക്കിൾ. ഓക്കെ, ഇനി ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അത് സർക്കിൾ ഉണ്ടാക്കുന്നു. അപ്പം ഇത് അതുണ്ടാക്കുന്ന സർക്കിൾസ് ആണ് ഏത്? നമ്മുടെ ഈ ലൂപ്പ് ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്സ് ആണ്. അതേപോലെ അതിൻ്റെ സ്വന്തം ഫീൽഡ് അവിടെ ഉണ്ട്. അതേതാണ്? ഇത് ഡൗൺവേർഡ്. സോ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ദേ വിൽ ക്യാൻസൽ ഈച്ച് അതർ. സിമിലർലി ഇപ്പുറത്തേക്ക് ഇതുണ്ടാക്കുന്ന ഫീൽഡ് ഉണ്ടാവും, അത് ഇങ്ങോട്ടായിരിക്കും. ദെൻ ഇതിൻ്റെ ഓൺ ഫീൽഡ് ഉണ്ടാവും, അത് താഴേക്കായിരിക്കും. ദേ വിൽ ക്യാൻസൽ ഈച്ച് അതർ. സോ ഫൈനലി അതെന്ത് സംഭവിക്കും? അതിൻ്റെ ഔട്ട്സൈഡ് ഫീൽഡ് എന്തായിട്ട് മാറും? വിൽ ബി 0. ഓക്കെ, ഇറ്റ് ഈസ് ഫോർ ആൻ ഇൻഫൈനൈറ്റ് സോളിനോയിഡ്. ഫൈനൈറ്റ് സോളിനോയിഡ് ആണെങ്കിൽ ഔട്ട്സൈഡ് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഫോർ ആൻ ഇൻഫൈനൈറ്റ് സോളിനോയിഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ബി ഈസ് ഈക്വൽ ടു 0 ഫോർ ഔട്ട്സൈഡ് ആൻഡ് ബി ഈസ് ഈക്വൽ ടു mu 0 ni ഇൻറ്റു ഇസഡ് ക്യാപ് ഫോർ ഇൻസൈഡ്. നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ എഴുതിയാലും മതി. ബി ഈസ് ഈക്വൽ ടു ഓക്കെ, ബി ഈസ് ഈക്വൽ ടു ഇതാണ് ഫീൽഡ് നമ്പർ. ഓക്കെ,